കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തമാനസങ്ങളിൽ ആനന്ദത്തിൻ്റെ അമൃതമഴ പെയ്യിക്കുന്ന ഗുരുവായൂർ പുണ്യപുരി ഇന്ന് സവിശേഷമായ ഒരു അലങ്കാരത്താൽ ഇങ്ങനെ ധന്യമായിട്ടിരിക്കുകയാണ്. ഇന്ന് ഫെബ്രുവരി 17 കുംഭമാസത്തിലെ ഈ സുദിനത്തിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് താമരക്കണ്ണൻ എന്ന സങ്കല്പത്തിലാണ്. ഭക്തൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ ഈശ്വരൻ നൃത്തം ചെയ്യണു എന്നതിൻ്റെ ഉദാത്തമായ സങ്കല്പമാണ് ഇന്നത്തെ അലങ്കാരം. വിടർന്നു നിൽക്കുന്ന ഒരു താമരയ്ക്കുള്ളിൽ സർവ്വ അലങ്കാര വിഭൂഷിതനായി നമുക്ക് ഉണ്ണിക്കണ്ണനെ കാണാം. നമ്മുടെ മനക്കണ്ണിൽ ആ രൂപം ഒന്ന് ദർശിച്ചു നോക്കൂ. നമുക്ക് ഗുരുവായൂർ ചെന്ന അതേ അനുഭൂതിയിൽ കണ്ണനെ കാണാൻ പറ്റും. ശ്രീലകത്തെ ആ സ്വർണ്ണ വിളക്കുകളുടെ പ്രഭയിൽ ഭഗവാൻ ഇങ്ങനെ ശോഭിച്ച് നിൽക്കണം. ചുവട്ടിൽ മനോഹരായി വിടർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂവ്. അതിൻ്റെ 2-3 ഇതളുകൾ മാത്രമാണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ആ താമരപ്പൂവിൻ്റെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നല്ല ചന്തത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടത് കാല് അല്പം ഇങ്ങനെ അമർത്തി വെച്ചിരുന്നു. വലത് കാല് ചെറുതായി ഉയർത്തി ഒരു നൃത്തം ചെയ്യുന്ന ഭാവത്തിലാണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ആ തൃപ്പാദങ്ങളിൽ സ്വർണ്ണത്തളകൾ കിലുങ്ങുന്നുണ്ട്. കയ്യിൽ വെണ്ണയുരുളയുണ്ട്. അങ്ങനെ ഒരു വികൃതി കണ്ണനായിട്ട് ഒരു നൃത്ത ചുവടുകളോടെ താമരയിൽ ഇങ്ങനെ നിൽക്കണ താമരക്കണ്ണനാണ് നമ്മുടെ പൊന്നുണ്ണി. ഓരോ ചുവട് വെക്കുമ്പോഴും താമരയുടെ ഓരോ ഇതളുകൾ ഇങ്ങനെ വിരിയാണ് എന്ന് നമുക്ക് തോന്നും. അരയിൽ പട്ടുടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ പട്ടുകോണത്തിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട്. മുത്തുകൾ കോർത്ത സ്വർണ്ണമാലയുണ്ട്. ലക്ഷ്മി മാലയൊക്കെ പോലെയുള്ള ഒരു മാലോടിയുണ്ട്. അങ്ങനെ അതൊക്കെ സർവാഭരണ വിഭൂഷിതനായിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുക. വലതേ കയ്യിൽ വെണ്ണയുരുളയുണ്ട്. ഇടത്തെ കയ്യിൽ ഇടത്തെ കയ്യിലിൻ്റെ തോളോട് ചേർത്ത് ഇങ്ങനെ ഒരു ഓടക്കുഴലും പിടിച്ചിട്ട് സച്ചിദാനന്ദ സ്വരൂപനായിട്ട് താമരക്കണ്ണനായിട്ട് നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന അത്രയും ഭക്തി ലയം ഉള്ള ഒരു രൂപമായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നത്. ഭഗവാന്റെ തിരുമുടിയിൽ തെച്ചിയും തുളസിയും നന്ദ്യാർവട്ട പൂക്കളും ചേർത്ത് 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. സ്വർണ്ണ കിരീടത്തിന് മുകളിൽ ഈ പൂമാലകൾ ഇങ്ങനെ പ്രഭാവലയം തീർക്കണ പോലെയാണ് ഉള്ളത്. കഴുത്തിൽ തുളസിമാലയും തെച്ചിയും ചേർത്ത് ഇങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാല ഭഗവാന്റെ മാറിൽ ഉണ്ട്. വിടർന്ന കണ്ണുകളും നെറ്റിയിലെ സ്വർണ്ണഗോപിയും ആ ചുണ്ടിലുള്ള ആ മന്ദഹാസമുണ്ടല്ലോ, ആ പുഞ്ചിരി എല്ലാം കൂടി കാണുമ്പോൾ ഭൗതികമായ എല്ലാ ദുഃഖങ്ങളും നമ്മൾ മറന്നുപോകും. ആ നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭഗവാന്റെ മുഖം ഇങ്ങനെ പ്രകാശമാനമായിട്ട് ശോഭിക്കുന്നത് കാണുമ്പോൾ ഒരു സ്വർണ്ണക്കട്ട ഇങ്ങനെ ശിലയായി മാറി നിൽക്കണമെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. അവിടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വാഴുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ താമരക്കണ്ണൻ എന്ന് വിളിക്കണതെന്നറിയോ? പങ്കജനാഭൻ എന്നും അരവിന്ദാക്ഷൻ എന്നും ഭഗവാന് പേരുണ്ട്. താമര ചെളിയിൽ വിരിയണമെങ്കിലും ചെളി അതിൻ്റെ ഇതളുകളിൽ ഒട്ടുമില്ല. അതുപോലെ നമ്മളും സംസാരം സാഗരമാകണ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികമായ മാലിന്യങ്ങളിൽ പെട്ടുപോവാതെ മനസ്സിനെ താമര പോലെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്നാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമായ ഒരു താമരയാക്കി മാറ്റിയാൽ ഭഗവാൻ അവിടെ നൃത്തം ചെയ്യും. ആനന്ദത്തിൻ്റെ പരകോടിയാണ് ഈ നൃത്തം എന്ന് പറയുന്നത്. ഭഗവാന്റെ പാദങ്ങൾ ഈ താമരയിലാണ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നവന് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നത് കാണാൻ പറ്റും. മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യും. ഓമനയായ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ കുടിയേറട്ടെ. യശോദമ്മയുടെ ലാളനെ ഏറ്റുവാങ്ങുന്ന ആ പൊന്നുണ്ണിയെ നമുക്ക് സ്നേഹത്തോടെ സ്തുതിക്കാം. കണ്ണാ, കാത്തുരക്ഷിക്കണേ ഉണ്ണി എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആ രൂപം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.